നിങ്ങൾ ഏതൊരു ജോലിയിൽ നിന്ന് കിട്ടുന്നതായിട്ടും 10 ഇരട്ടി വരുമാനം ഇതിൽ നിന്ന് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഏക്കറിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു 30 ലക്ഷം വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. കംപ്ലീറ്റ് ലാഭമാണ് എന്ന് വെച്ചാൽ ഒരു മീൻ എങ്ങനെയും വളർന്നു വരുമ്പോൾ ഒരു 150 രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടും. 50 രൂപ പോയാലും 100 രൂപ ഒരു മീനും കിട്ടും ലാഭം. കൃഷിയിൽ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കരിമീൻ. ഇപ്പോൾ ഒരു ചിലവില്ല, ഫുഡ് വേസ്റ്റ് മാത്രം കൊടുത്താൽ മതി. വെറുതെ ഇട്ടാൽ മതി, വേറെ ഒരു തീറ്റയുടെ എക്സ്പെൻസും വരുന്നില്ല. ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടി പുല്ല് ഒരു ദിവസം കഴിക്കും. അതുകൊണ്ടാണ് ഒരു സെന്റിൽ 1000 മീനൊക്കെ നിൽക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വരാൽ കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ഏറ്റവും എണ്ണം കൂടുതൽ, അതായത് ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റിയൊരു കൃഷിയാണ് വരാൽ. അപ്പോൾ ഒരു സെന്റിൽ നമുക്ക് ഏകദേശം ഒരു 750 വരാൽ വരെ വളർത്താൻ പറ്റും. ഇപ്പോൾ നാച്ചുറൽ കുളമാണ് ഒരു 12 15 സെൻറ്റ് അല്ലെങ്കിൽ ആഴം വരുന്ന കുളങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് 1000 മീൻ വരെ ഒരു സെന്റിൽ വളർത്താൻ പറ്റിയ മീനാണ് വരാൽ. പ്രത്യേകിച്ചും ഏത് കൃഷിയായാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തീറ്റ ചെലവ് കുറച്ച് വേണം കൃഷി ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇത് ലാഭമായിട്ട് വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്ന തീറ്റ വാങ്ങിയിട്ട് മീൻ വളർത്തി കഴിഞ്ഞാൽ ലാഭമാവില്ല. അപ്പോൾ ഒരു മാസം നമ്മൾ കമ്പനി തീറ്റ കൊടുക്കുക, സ്റ്റാർട്ടർ. അതിനുശേഷം കൈത്തീറ്റയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൃഷി വളരെയധികം ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. അല്ല, ഇവർ ഇപ്പം ചില പറഞ്ഞ പോലെ ഇപ്പം കർഷകർ പറയുന്നത് തന്നെ ഇതിന് ഒരു 300 രൂപയ്ക്ക് മീൻ കൊടുക്കുകയാണെങ്കിൽ 270 രൂപയ്ക്കും തീറ്റ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അത് ഇപ്പം നമ്മൾ അത് ശരിയാണ്. കമ്പനി തീറ്റ കൊടുക്കുമ്പോൾ ആ രീതിക്ക് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു 100 രൂപയ്ക്കകത്ത് തീറ്റ കോസ്റ്റ് വരുന്ന രീതിയിൽ വേണം കൃഷി ചെയ്യാനായിട്ട്. ബാക്കി 270 രൂപ ലാഭമായിരിക്കും. അങ്ങനെ വേണം കൃഷി ചെയ്യാൻ. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അത് നമുക്ക് കൈത്തീറ്റ കൊടുത്താൽ മതി. കൈത്തീറ്റ എങ്ങനെ കർഷകർ? അപ്പോൾ നമ്മൾ ഈ തവിട്, പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൈത്തീറ്റ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ സബോള ചാക്കിൽ കെട്ടി തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ലാഭമാവണമെങ്കിൽ കൈത്തീറ്റ കൊടുത്താലേ പറ്റും. കൈത്തീറ്റ കൊടുക്കണം. പിന്നെ അതുപോലെ ഇത് ഒരുപാട് തീറ്റ കഴിക്കുന്നതാണ്. അതുപോലെ ഇനിയിപ്പം ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ തീറ്റ കമ്പനിയിൽ ഇപ്പം നമ്മൾ കിട്ടുന്ന മെറ്റീരിയലുകളുണ്ട്. ഇപ്പോൾ കേരള ഫീഡ് അങ്ങനെ തീറ്റ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതുപോലത്തെ മെറ്റീരിയൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇറക്കി കൊടുക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അല്ല, മീൻ എടുത്താൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കും. മീൻ തിരിച്ചെടുക്കുകയും ചെയ്യുമല്ലേ? തിരിച്ചെടുക്കും ചെയ്യുന്നുണ്ട്. തിരിച്ചെടുക്കുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം കർഷകന് മാർക്കറ്റിംഗ് പ്രശ്നമില്ല. എത്ര വരെ നിങ്ങൾ ബ്രീഡ് ചെയ്യല്ലേ ചെയ്യുന്നത്? അതെ. ബ്രീഡ് ചെയ്ത് എത്ര വരെ നമ്മൾ ബ്രീഡ് ചെയ്യുന്നതോടൊപ്പം ഇത് നമ്മളൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹാച്ചറി കൂടിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറമേ നിന്ന് ഈ കുഞ്ഞുങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ല, പുറമേ നിന്ന് എടുത്താൽ സബ്സിഡി കിട്ടില്ല, അങ്ങനെ നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലാഭമായിട്ട് കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സബ്സിഡി ഉൾപ്പെടെ കിട്ടിയാലേ അത് ലാഭം വരുള്ളൂ. വരാലിന് എപ്പോഴും ഒരു 4 നേരമെങ്കിലും തീറ്റ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് 4 മുതൽ രാത്രിയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം സ്വീകരിക്കുന്ന മത്സ്യമാണ് വരാൽ. 24 മണിക്കൂറും കഴിക്കും. അതെ. പിന്നെ നമുക്ക് വീടുകളിൽ ടാങ്കുകളിലൊക്കെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ ചെറിയ ടാങ്കുകളിലൊക്കെ വളർത്താൻ പറ്റിയൊരു മത്സ്യമാണ്. അടുക്കള കുളങ്ങൾ, ടാങ്കുകളിലൊക്കെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ മത്സ്യമാണ് വരാൽ. അത് മാത്രമല്ല, എയറേഷൻ ഒന്നും വേണ്ട. എയറേഷൻ വേണ്ട. അതുകൊണ്ടാണ് ഒരു സെന്റിൽ 1000 മീനൊക്കെ നിൽക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 1000 മീനെ വളർത്താൻ പറ്റും വലിയ വരാൽ. അത് വേറെ ഒരു മീനിനും പറ്റില്ല. ഇത്രയും ഓക്സിജന്റെ അന്തരീക്ഷത്തിൽ ശ്വസിക്കാനുള്ള കഴിവ് വരാലിന് മാത്രമേ ഉള്ളൂ. അതൊരു 30 മണിക്കൂർ 40 മണിക്കൂർ പുറത്ത് കടന്നാലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ബ്രീത്തിങ് അത്രയും പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരുമിച്ച് ഈ കൂട്ടത്തോടെ ഇടുമ്പോഴേ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ നാച്ചുറൽ പോണ്ടുകളിൽ അസുഖങ്ങൾ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇല്ലയെന്നല്ല, ചിലയിടങ്ങളിൽ വരാറുണ്ട്. അപ്പം നമ്മൾ അതിനുള്ള പ്രതിവിധിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളത്തിൽ കുറച്ച് കുമ്മായം കലക്കി ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കലക്കി നാച്ചുറൽ പോണ്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളുണ്ടാവില്ല. എന്തെങ്കിലും സാധ്യത വരികയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സാധ്യത കുറവാണല്ലോ ഇതിന് അസുഖങ്ങൾ സാധ്യത കുറപ്പില്ല. ടാങ്കിലൊക്കെ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഈ വെള്ളം മാറാണ്ടൊക്കെ ആയിട്ട് അസുഖങ്ങൾ വരും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ വെള്ളം മാറൽ ടാങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അതെ. നമുക്ക് ഇവിടെ നിന്ന് എത്ര കുഞ്ഞുങ്ങൾ വരെ കൊടുക്കാൻ പറ്റും? നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ആവറേജ് കുളമൊക്കെ ആണെങ്കിൽ ഒരു സെൻറ്റിന് ഒരു 500 മുതൽ 700 വരെ ഇടാം.
കുളത്തിൻ്റെ ആഴം ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതായത് നല്ല ആഴം കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റും. നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് ഇവിടെയാണല്ലേ ഹാച്ചറി? അതെ അതെ, കുഞ്ഞുങ്ങൾക്ക്. അതെ അതെ, ക്വാളിറ്റി കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ടാണ് ക്വാളിറ്റി എന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളം ഈ വരാലിന് എപ്പോഴും അത്രയും ഇതായിട്ട് നിൽക്കണം, കണ്ടീഷനായിട്ട് നിൽക്കണം. അപ്പോൾ വാട്ടർ ചേഞ്ചിങ് ഉള്ള ഹാച്ചറിയിൽ നിന്ന് വേണം കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ പണി കിട്ടിയെന്ന് വെച്ചാൽ മതി. ഇല്ല, എല്ലാ കൃഷിയും ലാഭമാണ്. ഇപ്പോൾ കരിമീനായിക്കോട്ടെ, കരിമീൻ കൃഷിയും ലാഭമാണ്. കരിമീന് 1 കിലോന് 350 രൂപയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് കരിമീനിന്. അപ്പോൾ നിങ്ങൾക്ക് ആ വലിയ കുളങ്ങളുള്ള ആൾക്കാർ കരിമീൻ കൃഷി ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ അതിന് നമുക്ക് തീറ്റ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൈത്തീറ്റ. അപ്പോൾ ഈ തവിട് പിണ്ണാക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കരിമീൻ ഫുഡായി, മനസ്സിലായോ? അതെ. അപ്പോൾ കരിമീൻ സ്വാഭാവികമായിട്ട് നമുക്ക് 300-350 രൂപയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മീനുകൾ കണ്ടറിഞ്ഞ് വേണം തീറ്റ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കിലോന് 70 രൂപ കിട്ടുന്ന മീനാണ് പാള, ആസാം വാള. അതിന് പോയിട്ട് നമ്മൾ 100 രൂപയുടെ തീറ്റ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നഷ്ടമാണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഈ ഹോട്ടൽ വേസ്റ്റ് കൊടുത്താൽ മതി. വാളയ്ക്ക് ഹോട്ടൽ വേസ്റ്റ് വെറുതെ കിട്ടുന്ന ഭക്ഷണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബേക്കറി ഫുഡ് കിട്ടുന്നുണ്ട് ഒരുപാട്. ആ ബേക്കറി ഫുഡ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വാള വളർത്താം. അപ്പോൾ നമുക്ക് ലാഭകരമായിട്ട് വാള കൃഷി ചെയ്യാൻ പറ്റും. ഈ ചപ്പാത്തി കമ്പനിന്നൊക്കെ ചപ്പാത്തിയൊക്കെ കിട്ടും. അതൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് വാള നട്ടർ പോലെയുള്ള മീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലാഭമാണ്. എന്ന് വെച്ചാൽ ഒരു മീൻ എങ്ങനെയും വളർന്നു വരുമ്പോൾ ഒരു 150 രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടും. 50 രൂപ പോയാലും 100 രൂപ ഒരു മീനുമ്പോൾ കിട്ടും ലാഭം. അതിന് നമ്മൾ പോയി 100 രൂപയുടെ തീറ്റ വാങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമായിട്ട് വരും. ഇത് പല കർഷകർക്ക് അറിയില്ല. ഒരു വട്ടം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാവും നഷ്ടമാവുമെന്ന്. ചില ആൾക്കാർ നിർത്തും. അപ്പോൾ ചില ആൾക്കാർ അടുത്ത ഭാഗങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് കൃഷിയായാലും അതിൻ്റെ ലാഭവും നഷ്ടവും ഉണ്ടല്ലോ. അത് പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റുക. അങ്ങനെ വേണം കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ വാളയും നെട്ടറും അല്ലെങ്കിൽ പിലോപ്പിയും ഒക്കെ ലാഭം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ചെയ്യുന്ന രീതികളിൽ നമ്മൾ ചെറിയൊരു ചേഞ്ചിങ് വരുത്തിയാൽ ഇത് ഫുള്ളായിട്ട് ലാഭമാവും. അല്ല, ഇപ്പോൾ ഈ വരാലിന് എത്രത്തോളം ഡിമാൻഡുണ്ട് പൊതുവെ വാങ്ങാനായിട്ട് ഒരു കർഷകൻ ചെയ്തിട്ട് വിൽക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ? വരാലിന് പൊതുവെ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ പിന്നെന്താ വെച്ചാൽ എല്ലാവരും ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം. ഇപ്പോൾ മീനിന് ഡിമാൻഡുള്ള സമയമാണ് ഈ സമയങ്ങളാണ് എല്ലാവരും കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന സമയങ്ങൾ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പോഴാണ് മീനിന് ഡിമാൻഡ് വരിക. അതായത് ഇപ്പോൾ ഈ സമയത്ത് ക്രിസ്മസ് അല്ലെങ്കിൽ ഈ ജൂൺ ജൂലൈയിലൊക്കെ ട്രോളിംഗ് ഒക്കെ വരുന്ന സമയങ്ങൾ, ആ സമയങ്ങളിലൊക്കെ മീനിന് ഭയങ്കര ഡിമാൻഡായിരിക്കും, ട്രോളിങ് സമയങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ പൊതുവേ വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഈ മഴക്കാലം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ വാങ്ങിയിടും. അത് കഴിയുമ്പോൾ ഇതെല്ലാവരും കൂടിയിട്ട് ഹാർവെസ്റ്റിങ് ഒരേ സമയത്തായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മീനിന് ചെറിയ ഡിമാൻഡ് കുറയും. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ളവരെ ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഡിസംബർ അങ്ങനെയുള്ള മാസം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഹാർവെസ്റ്റിങ് എടുക്കുക. അപ്പോൾ നല്ല റേറ്റിന് പോകും മീൻ. ആസാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ആസാം വാള കൃഷി. ആസാം വാളയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തീറ്റ കാശ് ഒട്ടും തന്നെ ഇല്ലാണ്ട് നമുക്ക് വളരെ ഗംഭീരമായിട്ട് ലാഭം, 1 ഏക്കറിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു 30 ലക്ഷം വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നമുക്ക് ആസാം വാള കൃഷി. 1 ഏക്കറിൽ നമുക്കൊരു 25,000 തൊട്ടൊരു 30,000 കുഞ്ഞുങ്ങളെ നമുക്ക് ഇടാൻ പറ്റും ഈ ആസാം വാള കൃഷി. അപ്പോൾ ഒരു മീനിന് എങ്ങനെ പോയാലും ഒരു 2 കിലോ 3 കിലോ സൈസ് വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ നമുക്ക് ഒരു ചിലവുമില്ല. ഫുഡ് വേസ്റ്റ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഇത് തിരിച്ചെടുക്കുകയും ചെയ്യും. നമ്മൾ കിലോന് 60 രൂപ തൊട്ട് 70 രൂപ വരെ നമുക്ക് തിരിച്ചെടുക്കുന്നുണ്ട്. ഒരു മീൻ എങ്ങനെ പോയാലും ഒരു 2 കിലോ തൊട്ട് 3 കിലോ വളർച്ച വരും. നമുക്ക് യാതൊരു എക്സ്പെൻസും ഇല്ല ഈ മീനിനെ വളർത്താനായിട്ട്. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ 1 ഏക്കറിൽ നമുക്കൊരു 5,000 നട്ടറും കൂടി കയറ്റി വിടാൻ പറ്റും. നട്ടർ എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് നമ്മൾ 100 രൂപയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. ഒരു നട്ടർ എങ്ങനെ പോലെ 2 കിലോ വളർച്ച വരുന്നുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഒരു മീനിന് 200 രൂപ, നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് 50 രൂപ പോട്ടെ, എന്നാലും 150 രൂപ ഒരു മീനിന് ലാഭമുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് നട്ടറും ഇതിൻ്റെ കൂടെ ഭയങ്കര പ്രോഫിറ്റാണ്. ഇപ്പോൾ 1 ഏക്കർ 2 ഏക്കറിലൊക്കെ വലിയ കുളങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയുള്ള ഒരു കൃഷിയാണ് മറ്റേ ആസാം വാള. പിന്നെ ഇത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന മത്സ്യമാണ്. അപ്പോൾ മറ്റ് മത്സ്യങ്ങളുടെ പോലെയല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള മത്സ്യമാണ്. ഓക്സിജൻ അന്തരീക്ഷത്തിനാണ് വലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒരു സെൻറ്റിൽ വേണമെങ്കിൽ ഒരു 400 എണ്ണമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മോർട്ടാലിറ്റി വളരെ കുറവായിരിക്കും. വളരെ മോർട്ടാലിറ്റി കുറവുള്ളൊരു മീനാണ്. പിന്നെ അത്യാവശ്യം സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ്. ചെയ്യാൻ പറ്റുന്ന തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ആസാം വാള. അപ്പോൾ അതുപോലെ ഇത് ചെറിയ ടാങ്കുകളിൽ ഇപ്പോൾ നമുക്ക് അടുക്കള കുളങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള ടാങ്കുകളിലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡിൻ്റെ വേസ്റ്റ് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ചോറ്, കറികൾ, പച്ചക്കറി, വെറുതെ പച്ചക്കറി വേസ്റ്റ് തന്നെ കൊടുത്തിട്ട് നമുക്ക് ഈ വാളനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇത്തിരി സമയം എടുക്കുന്നുള്ളൂ, ഒരു 8-9 മാസം പിടിക്കുന്നുള്ളൂ. എന്നാലും പച്ചക്കറി ധാരാളമായിട്ട് കഴിക്കുന്ന മീനാണ് ആസാം വാള. അപ്പോൾ ഇലകൾ നന്നായിട്ട് കഴിക്കും. ഇപ്പോൾ ഇത് പെട്ടെന്ന് സൈസ് വരണമെങ്കിൽ നമ്മൾ മാംസമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ഹോട്ടൽ വേസ്റ്റ്, തവിട്, പിണ്ണാക്ക് അതൊക്കെ നമുക്ക് കൊടുക്കാം. ഏറ്റവും ഫാസ്റ്റ് വളർച്ച കിട്ടണമെങ്കിൽ ഇതിൽ ചിക്കൻ വേസ്റ്റ് പോലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് ഇതിന് വേസ്റ്റ് വളർച്ച കിട്ടുന്നത്. ഇപ്പോൾ ഇത് എങ്ങനെ പോയാലും ഒരു 8 മാസം കൊണ്ട് 2 കിലോന് മേലെ സുഖമായിട്ട് ഇത് എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഏക്കറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 30,000 മീനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വെള്ളം നല്ലോണം വേണം, അത്രയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും. മാർക്കറ്റിംഗ് പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എത്ര ഏക്കർ സ്ഥലം ഉണ്ടോ നിങ്ങൾ വിളിച്ചോ, നമ്മൾ ഇതിൻ്റെ കൃഷിയും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. കുഞ്ഞുങ്ങൾ നമ്മളുണ്ട്, നമ്മൾ തിരിച്ചെടുക്കണം ചെയ്യണം. ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. നിങ്ങൾ ഏതൊരു ജോലിയിൽ നിന്ന് കിട്ടുന്നതായിട്ടും 10 ഇരട്ടി വരുമാനം ഇതിൽ നിന്ന് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രഷ് വാട്ടറിൽ ഇടാൻ പറ്റിയ കരിമീനാണ്. നമുക്ക് മത്സ്യകൃഷിയിൽ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് കരിമീൻ. തീറ്റയുടെ എക്സ്പെൻസ് വളരെ കുറവാണ്. തീറ്റ കാശ് വളരെ കുറവായിട്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്. മീൻ നല്ല ഡിമാൻഡും ഉണ്ടല്ലേ? നമ്മൾ തന്നെ തിരിച്ചെടുക്കും. ഇപ്പോൾ ഒരു സെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 250-300 നമുക്ക് കരിമീൻ ചെയ്യാം. തവിട്, പിണ്ണാക്ക്, ചാണകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ട്രേയിലോ അല്ലെങ്കിൽ സവാള ചാക്കിലോ കെട്ടിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തീറ്റയായി. എത്ര നാളെടുക്കും ഇത്? നമുക്കൊരു 8-9 മാസം കൊണ്ട് ഇത് ഹാർവെസ്റ്റ് ചെയ്യാം. ഒരു 250-300 ഗ്രാമൊക്കെ സുഖമായിട്ട് എത്തും. ഇത് വലുതായി കഴിയുമ്പോൾ നമുക്ക് കിലോന് 300 രൂപയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ കിടക്കുന്ന കുളങ്ങളിൽ നമുക്ക് സുഖമായിട്ട് കരിമീൻ ഇടാം. കരിമീൻ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 1.5-2 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ ഇടാൻ ശ്രദ്ധിക്കുക. ചെറിയ കുഞ്ഞുങ്ങൾ കരിമീൻ ഇടാതിരിക്കുക. എന്ന് വെച്ചാൽ അത് ഫീഡ് എടുക്കില്ല. ഇത് നമുക്ക് ഫീഡ് എടുത്ത് ക്ലിയറായ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും. പാഴ്സലായിട്ട് കുഞ്ഞുങ്ങളെ ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയും വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞ ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ മീൻ. എത്രത്തോളം വലുതാവും? ഇതൊരു 10-15 കിലോക്കെ സൈസ് വരുന്ന മീനാണ്. ഒരു മീൻ? വെള്ളത്തിലെ പശു എന്നറിയപ്പെടുന്ന ഒരു മത്സ്യമാണ് ഗ്രാസ് കാർപ്പ്. ഇത് ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടി പുല്ല് ഒരു ദിവസം കഴിക്കും. എല്ലാ മീനിൻ്റെ കൂടെയും മിക്സ് ചെയ്ത് വളർത്തേണ്ട ഒരു മീനാണത്. ഇത് പുല്ല് മാത്രമേ മറ്റു മീനിനെ പിടിച്ച് തിന്നുള്ളൂ അല്ലേ? അല്ല, മറ്റു മീനുകളൊന്നും തിന്നില്ല. സസ്യബുക്കാണ്. അതുകൊണ്ട് വിശ്വസിച്ച് അതിൻ്റെ കൂടെ വളർത്താം. ഇതിനകത്ത് വലിയ കുളങ്ങളിലൊക്കെ നമുക്ക് തീറ്റ ചിലവ് ഒട്ടും തന്നെ ഇല്ല. ഇത് തനിയെ വലുതാവും. തീറ്റ കൊടുക്കേണ്ട തന്നെ ഇല്ല. കൊടുത്ത ഡിമാൻഡുള്ള മീനാണോ? ഭയങ്കര ഡിമാൻഡുള്ള മീനാണ്. അത് 100-150 രൂപയൊക്കെ നമുക്ക് വെറുതെ ഇട്ടാൽ മതി. വേറെ ഒരു തീറ്റയുടെ എക്സ്പെൻസും വരുന്നില്ല. ഭയങ്കര ലാഭമാണ്. എങ്ങനെ പോയാലും ഒരു വലിയ കുളമൊക്കെ ആണെങ്കിൽ ഒരു 2-3 കിലോ ഒക്കെ പെട്ടെന്ന് വരും. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുളത്തിൽ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ, ടാങ്കിൽ വളർത്താൻ പറ്റില്ല. വലിയ കുളങ്ങളിൽ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ വീട്ടിലെ കുളം ഉള്ളവർക്ക് അല്ലെങ്കിൽ പടുതാ കുളത്തിൽ വളർത്താൻ പറ്റുമോ? പടുതാ കുളത്തിൽ പറ്റില്ല. നാച്ചുറൽ പോണ്ട് വേണം. എന്നാൽ ഭയങ്കര ലാഭമുള്ള ബിസിനസ് വേണം. വീട്ടിൽ ചിലവില്ല, ഒന്നുമില്ല. അതെ. ഇത് എത്ര നാളുകൊണ്ട് 15 കിലോ ഒക്കെ ആവും? ഈ 15 കിലോ എന്ന് പറഞ്ഞാൽ സമയം എടുക്കും. അല്ല, ഞാൻ 15 കിലോ വരെ വളർച്ച വരുന്ന മീനാണെന്ന് മാത്രം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വർഷം കൊണ്ടൊക്കെ ഒരു 2 കിലോ ഒക്കെ വരും. നമ്മൾ ഇതിൻ്റെ അതായത് മീൻ വളർത്താൻ ആവശ്യമായിട്ടുള്ള A to Z കാര്യങ്ങൾ കർഷകനെ പഠിപ്പിച്ച് മനസ്സിലാക്കി അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് മത്സ്യം ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നവരെ നമ്മൾ അവരെ കൂടെ ഉണ്ടാവും. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ കൂടെ ഉണ്ടാവും, വാങ്ങിക്കാനും ഉണ്ടാവും. അതെ, വാങ്ങിക്കാനും തിരിച്ചെടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഒരു കർഷകൻ കൃഷി തുടങ്ങുന്ന സമയം മുതൽ അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പരിശീലനം കൊടുക്കും. അതെ, തീർച്ചയായിട്ടും. പിന്നെ അഥവാ ഇനി ഇത് കൃഷി ചെയ്യാൻ കുളം ഇല്ലെങ്കിൽ അതും നിങ്ങൾ സജ്ജീകരിച്ചു കൊടുക്കും. അതും കൊടുക്കും.
പല ആൾക്കാർക്കും ഇപ്പോൾ ഇത് ഒരു പിടിയില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ കൃഷിയെക്കുറിച്ച് ഇപ്പോൾ മത്സ്യകൃഷി എങ്ങനെ ചെയ്യാം, ഇപ്പോൾ വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അത് ഒരു 10 ഏക്കർ 2 ഏക്കർ 3 ഏക്കറിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ വാള, നട്ടർ, അങ്ങനെയുള്ള വിലോപ്പിയ പോലുള്ള നല്ല മീനുകൾ നോക്കി സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫുഡ് വേസ്റ്റ് മാത്രം കൊടുത്താൽ മതി, അതുകൊണ്ട് കമ്പനി തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫുൾ ലാഭമാണ്. നമ്മുടെ ഇത് മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. തീറ്റ എടുക്കാനും കൊണ്ടിട്ട് കൊടുക്കാനും ലേബറും കാര്യങ്ങളുള്ള ചെറിയ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഒരു 6 മുതൽ 8 മാസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഹാർവെസ്റ്റിംഗ് എടുക്കാൻ പറ്റും.